വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ അഗ്രോബാക്ടീരിയ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം അഗ്രോബാക്ടീരിയ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിൽ പ്ലാന്റ് സെൽസ് ചില ഫീനോളിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്രോബാക്ടീരിയം എന്ന് പറയുന്ന അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് പ്ലാന്റ് സെല്ലിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അതിനുശേഷം നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. അഗ്രോബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഉള്ളിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്മിഡ്സ് ഉണ്ട്. അവയെ നമ്മൾ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്ന് പറയും. ഇവയാണ് ഈ ഒരു ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സിലുള്ള ഒരു സ്പെഷ്യൽ സെഗ്മെന്റിനെ നമ്മൾ TDNA എന്ന് പറയും. ഓക്കെ, ആ ഒരു TDNA കൂടാതെ വിറുലൻസ് ജീൻ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഈ ഒരു TI പ്ലാസ്മിഡിൽ ഉണ്ട്. സോ ആ ഒരു TDNA ആണ് പ്ലാന്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അവയുടെ പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഫിനോളിക് കോമ്പൗണ്ട്സ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തു. അഗ്രോബാക്ടീരിയം പ്ലാന്റിലോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഈ വിറുലൻസ് ജീൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഗ്രൂപ്പ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിലാദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് VIR-A ആണ്. VIR-A VIR-C-യെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. VIR-C ആണ് സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ TDNA എന്ന് പറയുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TDNAയുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് VIR-D1 ആൻഡ് VIR-D2 എന്ന് പറയുന്ന രണ്ട് പ്രോട്ടീൻസ് വരുന്നു. അവയെ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്ത ശേഷം VIR-D1 അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ശേഷം കിട്ടുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് TDNA പ്ലസ് VIR-D2 ആണ്. ഓക്കെ, ആ TDNA പ്ലസ് VIR-D2 ആണ് T4SS എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോട്ടീൻസിന്റെ സഹായത്തോടെ പ്ലാന്റ് സെല്ലിലോട്ട് കടക്കുന്നത്. ആ പ്ലാന്റ് സെല്ലിന്റെ പ്ലാസ്മ മെമ്പറൈൻ കടന്നതിന് ശേഷം VIR-D2 എന്ന് പറയുന്നത് VIR-G ആൻഡ് VIR-E2 എന്ന് പറയുന്ന രണ്ട് പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് ഈ TDNA സെഗ്മെന്റിനെ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം VIR-D2 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റിന്റെ DNA ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് TDNA ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ. അതിനുശേഷം ഈ ഒരു TDNA എന്ന് പറയുന്നത് ഓക്സിൻ, സൈറ്റോകൈനിൻ പോലെയുള്ള ഫൈറ്റോ ഹോർമോൺസിന്റെ ഓവർ പ്രൊഡക്ഷന് കാരണമാവുകയും അവിടെ ക്രൗൺ ഗോൾ ഡിസീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു.